എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്നത്, ഇനി ഇതിൽ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ലേ? ക്ലാസ് സമയം 4:30 വരെ ആക്കാൻ പോകുന്നു. വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ അപ്ഡേറ്റിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കട്ട പറക്കട്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം മറിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാന അറിയിപ്പാണ്. ശനിയാഴ്ചകളിൽ ക്ലാസ് ഒഴിവാക്കാൻ പോകുന്നു. ക്ലാസ് സമയം 4:30 വരെ ആക്കാൻ പോകുന്നു. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സംഭവം എന്താണെന്ന് കാര്യം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. പൊതുവിദ്യാലയത്തിലെ പ്രവൃത്തി ദിനങ്ങൾ സംബന്ധിച്ച് ഒരു വിദഗ്ധ സമിതിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പഠനം നടത്താൻ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ആ വിദഗ്ധ സമിതിയുടെ ശുപാർശകളാണ് പറയാൻ പോകുന്നത്. ഹൈസ്കൂൾ സമയം രാവിലെയും വൈകുന്നേരവും കൂട്ടണം. 9:30 മുതൽ വൈകിട്ട് 4:30 വരെ ആക്കാനാണ് തീരുമാനം. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ. ശനിയാഴ്ചകളിൽ ക്ലാസ്സുകൾ പാടില്ല. ആവശ്യമെങ്കിൽ മാസത്തിൽ ഒരു ശനിയാഴ്ച ക്ലാസ് എടുക്കാം. ഉച്ചയ്ക്കുള്ള ഇൻ്റർവെൽ സമയം 5 മിനിറ്റ് കുറച്ച് വൈകുന്നേരത്തെ ഇൻ്റർവെൽ സമയം 5 മിനിറ്റ് കൂട്ടി നൽകണം. ഉച്ചയ്ക്കുള്ള ഇൻ്റർവെൽ സമയം 5 മിനിറ്റ് കുറച്ചാലും, ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ 11 മണിക്കുള്ള ഇൻ്റർവെൽ ടൈം 5 മിനിറ്റ് കുറച്ച് നൽകിയിട്ട് വൈകുന്നേരം ഒരു 5 മിനിറ്റ് വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവെൽ ടൈം കൂട്ടി നൽകണം എന്നിങ്ങനെയുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ തീരുമാനങ്ങൾ നടപ്പിൽ വരുമോ എന്നുള്ളത് വ്യക്തമല്ല, കാരണം ഇത് വിദഗ്ധ സമിതിയുടെ ശുപാർശകളാണ്. ഇനി ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കണം. വകുപ്പ് അത് അംഗീകരിച്ചാൽ മാത്രമാണ്, സർക്കാർ അതിന് അംഗീകാരം നൽകിയാൽ മാത്രമാണ് തീരുമാനങ്ങൾ നടപ്പാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.